ഹായ് ഹലോ നമസ്തേ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സൗന്ദര്യ പ്രശ്നത്തിലെ ഒരു വലിയ വില്ലനാണ് പിഗ്മെൻറ്റേഷൻ. പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, കരിമംഗല്യം, അതായത് കറുത്ത കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ അവിടെയും ഇവിടെയും കാണുന്ന പാച്ചസിനെയാണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയാം. അത് കണ്ണിന് താഴെ ഉണ്ടാവും, ചില ആൾക്കാർക്ക് കവിളിലുണ്ടാവും, പിന്നെ വായ്ക്ക് ചുറ്റും കറുപ്പ് കളറ്, അതിനെ മങ്കി മൗത്ത് എന്നും പറയും. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഓരോ ഭാഗങ്ങളിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കറുപ്പ് കളറോ ബ്രൗൺ കളറോ കാണുന്ന അടയാളം പാച്ചസിനെയാണ് പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതും എന്നും പറയുന്ന പോലെ പല കാരണങ്ങളും കൊണ്ടാണ് ഉണ്ടാവുക, ഒരു കാരണം കൊണ്ടല്ല. അപ്പോൾ കാരണം ആദ്യം അറിഞ്ഞിരിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് അതിൻ്റെ മുഴുവനായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം ആദ്യം അറിയാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ അവസാനം വരെ കാണുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം ഇടയിലൊക്കെ വെച്ച് കണ്ടാൽ അതിൻ്റെ മുഴുവനായിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടില്ല. ഈ പിഗ്മെൻറ്റേഷനെ കുറിച്ചിട്ട് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ണിന് താഴെയുള്ള കറുപ്പ് കളറിനൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ അത് കുറച്ച് പഴയതാണ്, എന്നാലും അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെ അവിടെ പോയി ആ വീഡിയോ ഒന്ന് കാണാം. ഇന്ന് ഞാൻ മെയിനായിട്ട് പറയുന്നത് വായ്ക്ക് ചുറ്റുമുള്ള കറുപ്പ് കളറിനെ കുറിച്ചിട്ടാണ്. പക്ഷേ എല്ലാ പിഗ്മെൻറ്റേഷനും ഒന്ന് തന്നെയാണ്, അതിൻ്റെ കാരണങ്ങളും ഏകദേശം ഒന്ന് തന്നെയാണ്, ട്രീറ്റ്മെൻറ്റും ഒന്ന് തന്നെയാണ്. വായ്ക്ക് ചുറ്റുമുള്ള ആ കറുപ്പ് കളറിന് ഒരു പ്രത്യേകിച്ച് പറയാൻ കാരണം അത് ചിലത് നമ്മളുടെ ദുശ്ശീലങ്ങളും കൂടി കൊണ്ടുവരുന്നതാണ്. ദുശ്ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ചിലർ വെറുതെ ഇങ്ങനെ തുടക്കും. ഇങ്ങനെ തുടക്കുമ്പോൾ എന്താവും എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള സെൽസ്, കോശങ്ങൾ സെൻസിറ്റീവ് ആവും. അപ്പോൾ അവിടെയുള്ള ഈ മെലാനിൻ എന്ന് പറഞ്ഞ ഒരു പിഗ്മെൻ്റ്, മെലാനിനാണ് നമ്മുടെ ശരീരത്തിന് ആ കളറൊക്കെ കറുപ്പ് കളറൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെയുള്ള ആ സെല്ല്, മെലാനിൻ ഉണ്ടാക്കുന്ന സെല്ല്, മെലനോസൈറ്റ്സ് എന്ന് പറയും, അത് മെലാനിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ അവിടെ മെലാനിൻ അവിടെ അടിഞ്ഞുകൂടിയിട്ടാണ് ആ ഭാഗത്ത് കറുപ്പ് കളർ വരുന്നത്, ഒരു കാരണം. പിന്നെ വേറൊരു കാരണം, നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഒന്ന് മാറ്റി നോക്കുക. ഒരു ചുവപ്പ് കളറിലോ നീല കളറിലോ അങ്ങനെയൊക്കെയുള്ള പേസ്റ്റിൽ, അല്ലെങ്കിൽ വെള്ള കളറിലുള്ള പേസ്റ്റിലാണെങ്കിലും ചിലപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും പദാർത്ഥം, എന്തെങ്കിലും കെമിക്കൽ സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ആ കാരണം കൊണ്ടും ആ ഭാഗങ്ങളിൽ കറുപ്പ് കളർ വരും. പിന്നെ ദുശ്ശീലത്തിൽ വേറൊരു കാര്യം കൂടിയാണ് ചുണ്ട് കടിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലും ആ ഭാഗത്തെ സ്കിന്നും സെൻസിറ്റീവായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മെലാനിൻ കൂടുതലായി വന്ന് അങ്ങനെയും കറുപ്പ് കളറാവും. പിന്നെ ഇതൊന്നും കൂടാതെ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ, എന്തെങ്കിലും കൊളസ്ട്രോളോ BP-യോ അതുപോലെ യൂട്രസ് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് തുടർച്ചയായി കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം കൊണ്ടും പിഗ്മെൻറ്റേഷൻ അവിടെയും ഇവിടെയും വരാം. അതിലൊന്ന് വായ്ക്ക് ചുറ്റും വരും. പിന്നെ വേറൊരു കാരണമുള്ളത് വിറ്റാമിൻ C അതുപോലെ വിറ്റാമിൻ B12 എന്നുള്ള 2 വിറ്റാമിൻസിൻ്റെ കുറവ് കൊണ്ടും കൂടുതലായിട്ടും ഈ വായ്ക്ക് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തുള്ള പിഗ്മെൻറ്റേഷനും വരുന്നത് ഈ വിറ്റാമിൻ്റെ കുറവ് കൊണ്ടും വരാം. അപ്പോൾ വിറ്റാമിൻ C അടങ്ങിയതും B12 അടങ്ങിയ ഭക്ഷണങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഇത് പിന്നെയുള്ള ഒരു കാര്യമാണ് അയൺ ടാബ്ലറ്റ് കൂടുതലായി കഴിക്കുക. അപ്പോൾ ചില ആൾക്കാർ അയണിൻ്റെ കുറവ് കൊണ്ട് ഡോക്ടേഴ്സ് എഴുതി കൊടുത്തതോ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലൊക്കെ കൊടുത്ത അയൺ ടാബ്ലറ്റ് കാലങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്കും ഈ വായ്ക്ക് ചുറ്റും അല്ലെങ്കിൽ സൈഡിലൊക്കെ, വായ്ക്ക് ചുറ്റുമാണ് മെയിനായിട്ട് ഈ പിഗ്മെൻറ്റേഷൻ കണ്ടുവരിക, ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അത് കുറച്ച് കാലത്തിന് നിർത്തുക. അയണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള പിഗ്മെൻറ്റേഷൻ വരും. പിന്നെ വേറുള്ളത് ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോൺസ് ഇംബാലൻസ് ആയാലും ഈ വക കാര്യങ്ങളൊക്കെ വരും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെയർ റിമൂവൽ ക്രീം. ഇപ്പോൾ കാലിലെയോ ഹെയർ കളയാൻ വേണ്ടിയിട്ട് ഹെയർ റിമൂവൽ ക്രീം വരുന്നുണ്ട്. അതും ചില ആൾക്കാർ ഇവിടെയുള്ള മുടി കളയാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഹെയർ റിമൂവൽ ക്രീം ഉപയോഗിക്കുന്നവർക്കും അവിടെ കറുപ്പ് കളർ വരാൻ, പിഗ്മെൻറ്റേഷൻ വരാൻ 100% ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും അങ്ങനത്തെ ക്രീം ഉപയോഗിക്കുന്ന ആൾക്കാർ
അവിടെ ഒന്നും അങ്ങനത്തെ ക്രീം, ഹെയർ റിമൂവൽ ക്രീം ഉപയോഗിക്കരുത്. പിന്നെ ഇപ്പോൾ ഇന്ന് കാലം മാറി കോലം മാറി എന്ന് പറയുന്ന പോലെ ഇന്നത്തെ കാലത്ത് ഹോർമോൺസ് ആവശ്യത്തിനും ആവശ്യമില്ലാതെ ഹോർമോൺ ഇൻടേക്ക് ചെയ്യും, പുറത്തുനിന്ന് എടുക്കും. ഹോർമോൺ ടാബ്ലറ്റായിട്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ടും ഒക്കെ ഓരോ കാരണങ്ങൾക്ക് ഹോർമോൺസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ ചില വലിയ അസുഖങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തവർക്കൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഹോർമോൺ എടുക്കുന്നവർക്കും ഈ വായ്ക്ക് ചുറ്റും കറുപ്പ് കളർ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനി കഴിഞ്ഞ 2-3 വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തും പുറമേക്ക് ചെയ്യുമ്പോൾ പുറമേക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഉള്ളിലുള്ള ക്ലീൻ ചെയ്യണം. ഒരു ഗ്ലാസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ, പിന്നെ റിപ്പീറ്റ് ചെയ്യുക. നമ്മളൊരു ഗ്ലാസ്സിൽ അഴുക്കുണ്ടെങ്കിൽ അത് പുറമേന്ന് കഴുകുക. പുറമേയുള്ള കാര്യങ്ങൾ അഴുക്ക് മാത്രമേ പോവുള്ളൂ. ഉള്ളിൽ പിന്നെയും അത് അങ്ങനെ തന്നെ അടിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഉള്ളിൽ ക്ലീൻ ചെയ്യണം. ഗ്ലാസിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്താലാണ് മുഴുവനായിട്ട് അത് ക്ലീൻ ആവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അണുക്കളൊക്കെ പോകണമെങ്കിൽ, അഴുക്കൊക്കെ പോയെങ്കിൽ മാത്രമാണ് നമ്മളുടെ എന്ത് പ്രശ്നം, പുറമേ കാണുന്ന എന്ത് പ്രശ്നമാവട്ടെ, അത് മുടി കൊഴിച്ചിലോ പിഗ്മെൻറ്റേഷനോ മൂക്കുരോ എന്തോ ആവട്ടെ, അത് മുഴുവനായി മാറണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഉള്ളിൽ ക്ലീൻ ആയിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂടുതലായിട്ട് അത് അത്രയും ക്ലിയർ ആവണില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. അത് കാണുക, ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. 15 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുക. അതെങ്ങനെ 15 മണിക്കൂർ എല്ലാ ദിവസവും ഫാസ്റ്റിംഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാത്രി കഴിക്കുന്ന ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കുക. ഒരു 6 മണിക്ക് കഴിച്ചാൽ പിറ്റേ ദിവസം ഒരു 8-9 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ അത് അത്രയും സമയം കിട്ടും. ശരീരത്തിന് ദഹിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം ഇത് ക്ലീൻ ചെയ്യാൻ, ഉള്ളിലുള്ള അഴുക്കുകൾ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടും. പിന്നെ അടുത്തത് വേറെ ഒന്നാണ് എനിമ എടുക്കുക. എനിമ എടുക്കുന്നതും ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. എനിമ കിറ്റ് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അധികം വിലയൊന്നുമില്ല. അത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാം. അപ്പോൾ ആ എനിമ കിറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ഫുള്ളായിട്ട് അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഈ എനിമ എല്ലാ ദിവസവും 21 ദിവസം ഫാസ്റ്റിങ്, 21 ദിവസം എനിമ 21 ദിവസം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കുക. അപ്പോൾ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്ത് ഉപയോഗിക്കണമെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ പെട്ടെന്ന് മാറ്റാതെ, ഇപ്പം നിങ്ങൾ വേറെ ഒന്നിലേക്കാണ് ഒരു റെമഡിയിൽ നിന്ന് വേറൊരു റെമഡിയിലേക്ക് മാറുമ്പോൾ ഒരു ദിവസത്തെയോ 1-2 ദിവസത്തെ ഗ്യാപ്പ് കൊടുത്ത് വേറൊന്ന് പരീക്ഷിക്കുക. അങ്ങനെ ആകുമ്പോൾ സ്കിന്നിനത് പെട്ടെന്ന് മാറുമ്പോൾ സ്കിന്നും കൺഫ്യൂഷനാവും, എന്താ സ്വീകരിക്കേണ്ടത്, എന്താ റിജക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം അതിന് കുഴപ്പമൊന്നും വരില്ല. അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് ഉപയോഗിച്ചിട്ട് നാളെ വേറെ ഒന്ന് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നും വരില്ല. സ്കിന്നിനൊന്ന് കുറച്ചൊന്ന് ബ്രീത്ത് ചെയ്യാനുള്ള സമയം കൊടുക്കുക, അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പിഗ്മെൻറ്റേഷൻ പോകാൻ ആഴ്ചയിൽ നമ്മളൊരു പ്രാവശ്യം ആ ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ മുഖം നന്നായി സ്ക്രബ് ചെയ്ത് നല്ലൊരു പാക്ക് ഇടുക. അത് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഇന്ന് ഒന്ന് പറഞ്ഞുതരാം. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ വീഡിയോസിലായിട്ട് കുറേ പാക്കുകളും കുറേ കാര്യങ്ങളുണ്ട്, കുറേ റെമഡീസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഒരു പാക്ക് പറഞ്ഞുതരാം. പിന്നെ ഏറ്റവും ഇതിന് ബെസ്റ്റായിട്ട് ഈ പിഗ്മെൻറ്റേഷൻ വായ്ക്ക് ചുറ്റുള്ളതും കണ്ണിൻ്റെ താഴെയും ഒക്കെ ഉള്ള പിഗ്മെൻറ്റേഷൻ മാറാൻ നമ്മൾ വീട്ടിലുള്ള അലോവേര ജെല്ല് എടുക്കുക. വീട്ടിലുള്ള അലോവേര ജെല്ലാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇനി അതില്ലെങ്കിൽ കളറില്ലാത്ത, അപ്പോൾ പച്ച കളറുള്ളതൊന്നുമല്ല, അതിലൊക്കെ എന്തെങ്കിലും കളർ ചേർക്കുന്നതാണ്. വെള്ള കളറുള്ള അലോവേര ജെല്ല് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലൊക്കെ ഉണ്ടാകും. വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള അലോവേര ജെല്ല് എടുക്കുക. എന്നിട്ട് അതിൽ എസെൻഷ്യൽ ഓയിൽ കിട്ടും, നെറോളി ഓയിൽ പറഞ്ഞിട്ട്, അത് വാങ്ങിച്ചിട്ട് അതും 2 തുള്ളി ഈ അലോവേര ജെല്ല് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് എവിടേക്കാണോ പാച്ചസ് ഉള്ളത് അവിടെ തേക്കുക. രാത്രി കിടക്കാൻ നേരത്ത് തേക്കുക, നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതും ചെയ്യാൻ ഞാൻ പാക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. പാക്ക് എങ്ങനെ ഉണ്ടാക്കുക, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ
ഇനി വരുന്ന വീഡിയോയിൽ ഒരുപാട് പാക്കുകളും ഒരുപാട് ഹോം റെമഡീസൊക്കെ പറയാം. പക്ഷേ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും രാത്രി കിടക്കാൻ നേരത്ത് ഈ അലോവേര ജെല്ല് നെരോലി ഓയിൽ മിക്സ് ചെയ്ത് തേക്കുക. നല്ല മാറ്റം ഉണ്ടാവും, ഉറപ്പായിട്ട് നല്ല മാറ്റം ഉണ്ടാവും. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കുക, എനിമ എങ്ങനെ എടുക്കുക, അതിൽ വിശദമായിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്കും അതുപോലെ എനിമ കിറ്റിൻ്റെ ലിങ്കും പിന്നെ ഈ നെരോലി ഓയിൽ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് പോയി ചെക്ക് ചെയ്യുക, ആവശ്യമുള്ളവർ വാങ്ങിക്കുക. നമുക്ക് ഇതിന് വേണ്ടത് ഒരു പൗഡർ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതിന് ആദ്യം ബദാം പിന്നെ അതുപോലെ തന്നെ ഓട്സും വേണം. അപ്പോൾ ബദാമിൻ്റെയും ഓട്സിൻ്റെയും ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. സ്കിന്നിന് വേണ്ട എല്ലാ പോഷകങ്ങളും ഈ ബദാമിലും ഓട്സിലും ഉണ്ട്. കൂടുതൽ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് ഇവിടെ പറഞ്ഞാൽ പിന്നെയും വലിയ വീഡിയോ ആയി പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബദാം എടുക്കുക, രണ്ടും ഒരേ അളവിലെടുക്കുക. അതിപ്പോൾ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര എടുത്ത് ഇത് പൊടിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് കൂടുതലെടുത്ത് പൊടിച്ച് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. പിന്നെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ളത് ആ ഭാഗങ്ങളിൽ പച്ചപ്പാൽ വെച്ചിട്ട് നന്നായി ഒന്ന് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ഈ പച്ചപ്പാൽ നല്ലൊരു ക്ലെൻസറാണ്. സ്കിന്നിലുള്ള 3rd ലെയറിലുള്ള ചളിനെ പോലും വലിച്ചെടുക്കും. അങ്ങനെ പാലിനൊരു കഴിവുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് ആ ഭാഗങ്ങളിൽ എവിടെയാണോ കറുപ്പ് കളർ കൂടുതലുള്ളത് അവിടെ കുറച്ച് കൂടുതൽ സമയം മസാജ് ചെയ്ത് ചളിയൊക്കെ എടുക്കുക. അപ്പോൾ അല്ലാത്ത ഭാഗങ്ങൾ മുഖം മുഴുവൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പാൽ വെച്ചിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ആദ്യം ഇങ്ങനെ നന്നായി മസാജ് ചെയ്ത് ക്ലെൻസ് ചെയ്തെടുക്കുക. പച്ചപ്പാലിൻ്റെ ഗുണം അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നമ്മളിതൊക്കെ പറയാൻ നിന്ന വീഡിയോ വല്ലാതെ കൂടിപ്പോവും. കണ്ടില്ലേ ചളി വന്നിട്ടുള്ളത്, ഉള്ളിൽ നിന്നുള്ള ചളി പോലും വലിച്ചെടുക്കും. അപ്പോൾ എന്നിട്ട് നന്നായി തുടക്കുക. ഇനി അടുത്തത് വേണ്ടത് ഇതിന് ഒരു നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് എന്നാലും ഒന്ന് ഡീപ്പ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ്, അതുകൊണ്ടൊന്ന് അരിക്കണം. നിങ്ങൾ വീട്ടിൽ പൊടിച്ച പൊടിയാണെങ്കിൽ അരിച്ചെടുക്കുക, വാങ്ങണതാണെങ്കിൽ അത് കുഴപ്പമില്ല. ഗോതമ്പ് പൊടിയും കുറച്ച് ആവശ്യത്തിന് നിങ്ങളുടെ എത്രയാണോ ആവശ്യം അത്ര എടുക്കുക. അതിലേക്ക് ഇത് ഞാൻ ഓറഞ്ച് തോലില്ല, ഓറഞ്ച് തോല് പൊടിച്ച് വെച്ചതാണ്. അതിൽ ചന്ദനപ്പൊടി ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. ഇത് ചന്ദനും ഓറഞ്ചും പൊടി മിക്സ് ചെയ്തത്, ഒന്നുകിൽ മിക്സ് ചെയ്ത് നിങ്ങൾ വെക്കുക, അല്ലെങ്കിൽ രണ്ടും കുറേശ്ശെ അതും ചേർക്കുക. ഓറഞ്ച് നല്ലൊരു വിറ്റാമിൻ സി ഉണ്ട്, അത് ഒരു നല്ലൊരു എന്താ പറയുക ക്ലെൻസിങ് ഏജൻറ്റാണ്. അതുപോലെ ചന്ദനം അതെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അവിടെ ലൈറ്റൻ ചെയ്യാനും ചന്ദനത്തിനും കഴിവുണ്ട്. അതിൽ വീണ്ടും പച്ചപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ആ ഭാഗമൊക്കെ റൗണ്ട് മസാജ് ചെയ്ത് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കണ പോലെ ഇതൊരു ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായി റൗണ്ടായിട്ട് മസാജ് ചെയ്ത് എല്ലാ ഭാഗവും മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് എവിടേക്കാണ് വേണ്ടത് അവിടെ ഇത് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് നന്നായി കുറച്ചൊരു 2-3 മിനിറ്റ് വരെ മസാജ് ചെയ്ത് തുടച്ചെടുക്കുക. നന്നായി കഴുകിയെടുക്കുക. അപ്പോൾ തന്നെ നല്ല മാറ്റം വരും. നമുക്ക് ഒരു ഉപയോഗത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മളിപ്പോൾ പൊടിച്ചെടുത്തില്ലേ ഓട്സും അതുപോലെ ബദാമും പൊടിച്ചെടുത്തതാണ്. നന്നായി തന്നെ പൊടിക്കുക. അപ്പോൾ മിക്സി നിർത്തിയിട്ട് വേണം പൊടിക്കാൻ. ആദ്യം ബദാം പൊടിക്കുക, എന്നിട്ട് അതൊന്ന് പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓട്സ് ഇട്ടിട്ട് പിന്നെയും മിക്സി നിർത്തി പൊടിക്കുക, അല്ലെങ്കിൽ അതൊന്ന് എണ്ണ കിനിയും അങ്ങനെ കട്ടി പോലെ ആവും. പൊടിയാവണമെന്നുണ്ടെങ്കിൽ നിർത്തി പൊടിക്കണം. അപ്പോൾ ആ പൊടി എടുക്കാം. നമ്മളിത് ബദാമും ഓട്സും പൊടിച്ചതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ട് ഒന്നിച്ചിട്ട് ചേർത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചന്ദനം ഓറഞ്ച് പീൽ പൗഡറുമാണ്. ഇത് രണ്ടും മിക്സ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഓട്സും ബദാമും മാത്രം പൊടിച്ചത് വേറെ വെക്കുക. എന്നിട്ട് അത് 1 സ്പൂൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 1/2 സ്പൂൺ ഇത് എടുക്കുക. ആ ഒരു അളവിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് വേറെ ആയിട്ടാണ്. എന്നിട്ട് ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്ത്
അതിലും ഈ പച്ചപ്പാൽ ഒഴിക്കുക. പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കണം. നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒഴിക്കണ്ട. പക്ഷേ ചെറുനാരങ്ങ നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ്. എന്നിട്ട് അത് ഒരു പാക്കായിട്ട് നമ്മൾ മുഖത്ത് നല്ല കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാം, എല്ലാ ഭാഗങ്ങളിലും. ആ കറുപ്പ് കളർ കൂടുതലുള്ളവിടെ പ്രത്യേകിച്ചും കുറച്ചും കൂടി കൂടുതൽ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒറ്റ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം വന്നിരിക്കും ഉറപ്പായിട്ടും. നിങ്ങളിത് തുടർച്ചയായിട്ട് കുറച്ച് കാലം ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഈ കറുപ്പ് കളർ, വായ്ക്ക് ചുറ്റുള്ള കറുപ്പ് കളറൊക്കെ മാറും. ഇനി ഇതൊരു പകുതി ഉണങ്ങുമ്പോൾ, അപ്പോൾ എല്ലാവരുടെയും ചിലർക്ക് പെട്ടെന്ന് ഉണങ്ങും, ചിലർക്ക് സമയമെടുക്കും. അതിൻ്റെ കണക്ക് പകുതി ഉണങ്ങുമ്പോൾ അതിൽ കുറച്ച് പാല് പിന്നെയും ഇങ്ങനെ കോട്ടണിൽ മുക്കിയിട്ട് അത് നനച്ച് ഒന്നുകൂടെ മസാജ് ചെയ്യാം. അപ്പോൾ അതൊന്ന് കുതിർന്ന് കിട്ടും. ഒന്ന് കുതിർന്നിട്ട് പിന്നെ ഒന്നുകൂടെ സ്കിന്ന് വലിച്ചെടുക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒന്നുകൂടെ അത് ഉണങ്ങാൻ വയ്ക്കാം. ഇങ്ങനെ മസാജ് ചെയ്ത് പിന്നെ കുറച്ചും കൂടി പിന്നെ ഒന്ന് സെമി ഡ്രൈ ആവണ വരെ വയ്ക്കാം. പിന്നെ അടുത്തത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പാല് വെച്ച് കുതിർത്ത് നന്നായി മസാജ് ചെയ്യുക. അതപ്പോൾ നല്ല അമർത്തി ചെയ്യരുത്, സ്കിന്ന് ഡാമേജ് ആവും. പതുക്കെ കുതിരണം. ആദ്യം നന്നായി കുതിർന്നിട്ട് മാത്രം നന്നായി മസാജ് ചെയ്യാം. എന്നിട്ട് അത് തുടച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ തുടച്ചെടുക്കുകയാണ്, നിങ്ങൾ കഴുകിയെടുത്താലും മതി. നേരത്തെ ക്ലെൻസ് ചെയ്യുമ്പോഴും കഴുകിയെടുത്താൽ മതി. കണ്ടില്ലേ മാറ്റം? നല്ല മാറ്റമാണ്. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിലും ചെയ്യാം. എല്ലാ ദിവസവും ഈ പാക്ക് ഇടാം. സമയമില്ലാത്തവർ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇടുക. അത് എന്തായാലും നിങ്ങൾ മാറിയിരിക്കും. ഇതുപോലെ പറഞ്ഞ രീതിയിൽ കൃത്യമായി ചെയ്യണമെങ്കിൽ മാറിയിരിക്കും. കണ്ടോ, ഇതിപ്പോൾ ഇവിടെയുള്ള കളറും ആ താഴേക്കുള്ള കളറിനും നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുക. അതുപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ ഫോളോ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ശരീരഘടന മാറ്റമുണ്ട്, നമ്മൾ താമസിക്കുന്ന സ്ഥലം മാറ്റമുണ്ട്, കാലാവസ്ഥ മാറ്റമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലപ്പം കുറച്ച് നേരം വഴുകും, ചിലപ്പം കുറച്ച് കൂടുതൽ നേരം വഴുകും. എന്തായാലും റിസൾട്ട് കിട്ടും. ദോഷമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിൽ ഒരു കെമിക്കലും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ നേരം വൈകിയാലും സ്കിന്നിനോ ശരീരത്തിനോ ഒരു ദോഷം വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കില്ല. ധൈര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ പറഞ്ഞ പോലെ അതൊക്കെ കൃത്യമായി ചെയ്യണം. ഇപ്പോൾ 1-2 പ്രാവശ്യം ചെയ്തിട്ടൊന്നും മാറില്ല. ഇത് കുറേ കാലമായിട്ട് അടിഞ്ഞു കൂടിയതായിരിക്കും. ഈ പിഗ്മെൻറ്റേഷനൊക്കെ കുറേ നാളായിട്ട് അടിഞ്ഞു കൂടുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ അതുണ്ടാവണം. മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ എന്താ പറയുക, റെഗുലറായിട്ട് അല്ലാതെ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന വേറൊരു കാര്യം, ടെൻഷൻ എല്ലാ കാരണങ്ങൾക്കും, എല്ലാ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും, എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുടെയും മെയിൻ കാരണക്കാരൻ ടെൻഷനാണ്. അപ്പോൾ ടെൻഷനെ ഒഴിവാക്കുക. ടെൻഷനില്ലാത്തൊരു ജീവിതം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അത് എങ്ങനെ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷമായിരിക്കും, ടെൻഷൻ ഫ്രീ ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ചെയ്യുക. ടെൻഷൻ ഫ്രീ ആയ ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക. പിന്നെ ഇതൊന്നുമല്ല സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊന്നും മാറിയില്ല, എന്തൊക്കെ ചെയ്തിട്ടും മാറിയില്ല എന്നൊന്നും പരിഭവിക്കേണ്ട. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ്. പിന്നെ പുറമേക്ക് കാണുന്നത് ശരിയാണ്, അതൊരു മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കുക, അത് മാറ്റാൻ ശ്രമിക്കുക. മാറിയില്ല എന്ന് വെച്ചിട്ട് അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉള്ളിലാണ് നമ്മുടെ സൗന്ദര്യം. ഉള്ളിലത്തെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ചിന്തയിലൂടെയൊക്കെ അത് നല്ല സൗന്ദര്യമാക്കിയാൽ തന്നെ പുറമേക്കും അത് തന്നെ വരും, ഒരു ഡൗട്ടുമില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഇതൊക്കെ പറയുന്നത് ഓവറായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരുടെയും നല്ലതിനാണ് പറയുന്നത്, അല്ലാതെ ഇതിൽ വേറെ ഒന്നും എനിക്ക് ലാഭമില്ല. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.